ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരിക്കുക പാർട്ട് 3. കഴിഞ്ഞ 2 ദിവസവും തേജസ്കരിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്നത്. തേജസ്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ തേജസ്കരിക്കുക മഹത്വീകരിക്കുക, വാഴ്ത്തപ്പെടുക, ദിവ്യത്വം ആരോപിക്കുക, അതിസ്തുതി കൊടുക്കുക, വിശുദ്ധീകരിക്കുക, പവിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത്. ആക്ട് ഓഫ് പ്രൈസിങ് ആൻഡ് ഓണറിങ്, എക്സ്റ്റോളിങ്, ലോഡിങ്, അഡോറേഷൻ, വർഷിപ്പ്, വെനറേഷൻ, മാഗ്നിഫിക്കേഷൻ. ഇതൊക്കെയാണ് ഈ മഹത്വീകരിക്കുക എന്നുള്ള ഈ ഒരു ഒറ്റ വേർഡിൻ്റെ അർത്ഥമാണ് ഇത്രയും കടന്നു വരുന്നത്. അപ്പം ക്രിസ്തു ക്രൂശുമരണത്തിന് മുമ്പ് മഹത്വീകരിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ ക്രൂശുമരണം ഏറ്റെടുത്തു. നമ്മൾ ഫിലിപ്പിയൻസിനകത്ത് വായിച്ചു, കർത്താവ് അനുസരണം പഠിച്ചു, ക്രൂശുമരണത്തോളം തന്നെ താൻ താഴ്ത്തി. എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമുക്കും ഇതുപോലൊരു തേജസ്കരണം ആവശ്യമുണ്ട് ജീവിതത്തിൽ. ഇന്നലെ നിന്ന പടിയിൽ നിന്നാൽ ഇന്ന് നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. വി ആർ ഗോയിങ് മാർച്ചിങ് ഫോർവേഡ്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ നമ്മൾ സദൃശവാക്യം 22:4 പറയുന്നുണ്ട്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. എന്തൊക്കെയാണ്? നമുക്കെല്ലാവർക്കും ധനം വേണം, മാനം വേണം, ജീവൻ വേണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ധനവും മാനവും ജീവനും വരണമെങ്കിൽ യഹോവ ഭക്തിക്കും താഴ്മയ്ക്കുമുള്ള പ്രതിഫലം. താഴ്മയ്ക്ക് യഹോവ ഭക്തിക്കും ഒരു പ്രതിഫലമുണ്ട്. ഈ താഴ്മയെന്ന് പറയുമ്പോൾ കാര്യം കാണാൻ വേണ്ടി നമ്മൾ പോയി കൈമുട്ടി അയ്യോ ക്ഷമിക്കണേ, അയ്യോ തരണേ, നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അതല്ല താഴ്മയെന്ന് പറയുന്നത്. താഴ്മയെന്ന് പറയുന്നത് കർത്താവിൽ ഞാൻ ആരെയെന്ന് മനസ്സിലാക്കുന്നതാണ് ഇവിടെ താഴ്മ. അതുകൊണ്ട് കന്യാമറിയാമൻ്റെ അടുക്കൽ ഗബ്രിയേൽ വന്ന് പറയുമ്പോൾ കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചിട്ടാണ്. കൃപ ലഭിക്കുന്നവളാണ് താഴ്മയുള്ളവൾ. കൃപ ലഭിച്ച വ്യക്തിയാണ് താഴ്മ. അത് ഇറ്റ് ഈസ് റിയലി ഇത് ഇങ്ങോട്ട് ഇട്ട് തരുന്ന, നമ്മളിലൊരു ബേസിക് ക്യാരക്ടർ ദൈവം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ദൈവമാണ് ഇട്ട് തരേണ്ടത്. കൃപ ലഭിക്കുക. അത് കർത്താവിൻ്റെ ഒരു ശിശു ഉണ്ടാകും, യേശു ഒന്ന് പേരിടണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പുരുഷനെ അറിയാതെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് ഇൻ്റലിജൻറ്റ്, ഇല്ലേ? അല്ല, വിവേകമുള്ള സ്ത്രീയാണ്. അവൻ ഇതൊരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് ദൈവദൂതൻ പറഞ്ഞു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന ദൂതനാണ്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നിനും പ്രയാസമില്ലല്ലേ സാധിക്കാത്ത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ നിൻ്റെ ദാസി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള, അതാണ് താഴ്മ. അവിടെയാണ് താഴ്മ. അല്ലാതെ അയ്യോ എല്ലാവരുടെ മുമ്പിൽ ചെന്നിട്ട് അയ്യോ പത്തോ എനിക്കൊന്നുമില്ല, അതല്ല താഴ്മ. നമ്മൾ ആരെന്ന് അറിഞ്ഞിട്ട് അത് ദൈവം ഏൽപ്പിക്കുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ഒരു താഴ്മ സ്വഭാവമാണ്. നമ്മൾ ആഴ്ച തോറും നമ്മൾ വചനം പറയാൻ പോകുന്ന ഒരു താഴ്മയാണ്. ദൈവം ഏൽപ്പിച്ചതാണെങ്കിൽ അത് വിശ്വസ്തയോട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പോകുന്നത് ഒരു താഴ്മ സ്വഭാവമാണ്. എനിക്ക് വീട്ടിലിരുന്നാലും ഇപ്പം യൂട്യൂബ് തുറന്നാൽ കാണാമല്ലോ, ആരും പുറങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം സ്വർഗമാതിരുന്ന ധനവും മാനവും ജീവനും. നമുക്കിവിടെ നിർത്താം. കർത്താവേ, ഈ ഹൃദയത്തിനകത്ത് ദൈവം ഇട്ടുകൊടുത്തിരിക്കുന്ന പദവി മനസ്സിലാക്കാതെ സ്വന്തം കഴിവിൽ സുഖം കണ്ടു നടക്കുന്ന തലമുറകളുടെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്നിട്ട് ഈ ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം വേരോട് പറിച്ചെടുത്ത് കളയണം. കാരണം ഇപ്പോൾ ഒരു വഴി നമുക്കിങ്ങനെ നേരെ ഒരു വഴി പോകുമ്പോൾ 2 ഡീവിയേഷൻ, ഒന്ന് ലോകപ്രകാരം, ഒന്ന് ദൈവീകമാണ്. ഇതിന് ഇച്ചിരി പാടുണ്ട്. കർത്താവിൻ്റെ കയ്യിലേക്ക് വരാൻ നാരോ റോഡാണ്, എളുപ്പം പോകാമെന്ന് വഴി. മനുഷ്യരെല്ലാം ഇങ്ങോട്ട് പോകുമ്പോഴേ ഒരാൾ വിളിച്ച് പറയും ഇവിടെ നിന്ന് പോകല്ലേ, ഈ സൈഡിലാട്ട്. അപ്പോൾ നമ്മൾ പറയും ആ വഴി അങ്ങ് അടച്ചേ പറ്റൂ കർത്താവ്. ആ വഴി പോകേണ്ട ആവശ്യമില്ല, അടച്ചു കൊടുക്കണം. കാരണം സുബോധം വരുന്നിടം വരെ നിൻ്റെ കാലെ കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് സുബോധം ഉണ്ടാകണേന്ന് നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേക അമ്മമാരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് മടി കൂടാതെ എൻ്റെ മുമ്പിൽ അയക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ അമ്മമാരില്ലാത്ത കുടുംബങ്ങളിൽ, ഈ സ്ത്രീകളില്ലാത്ത കുടുംബം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നിയോഗമല്ല. സ്ത്രീകളില്ലാത്ത ഒരു ഭവനത്തിൽ ചെന്ന് അവിടെ വിളക്കില്ല, വെളിച്ചമില്ല, അവിടെ ഒരു ക്രമമില്ല.
പിന്നെ എങ്ങനെയൊക്കെ തട്ടിക്കുട്ടി അങ്ങ് ജീവിച്ചു പോകും. അതല്ല ഞാനീ പറയുന്നത്. ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് ഒരു കുടുംബത്തിനകത്ത് ഒരു സ്ത്രീ, ഒരു പുരുഷ, ഒരു അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കാൻ അവിടെ ഒരു താഴ്മയും യഹോവ ഭക്തിയും അത്യാവശ്യമാണ്. യഹോവ ഭക്തിയും താഴ്മയും ഇല്ലാത്തടത്ത് ഒരു കുടുംബവും നിലനിൽക്കാൻ പോകുന്നില്ല. ഈ അടുത്തിടങ്ങിൽ തന്നെ കാലങ്ങളിൽ തന്നെ, ഇപ്പോഴത്തെ കാലങ്ങളിലൊക്കെ ഈ പിന്നെ എൻ്റെ ഇൻഫോസിസിലൊക്കെ ജോലി എടുക്കുന്ന പെൺമക്കളുണ്ട്. അവരുടെ അമ്മമാർ വിളിച്ച് സങ്കടം പറയും. അവർക്ക് അതായത് ശനി ഞായർ, വെള്ളി ശനി ഞായറിനാണ് അവരുടെ കമ്പനി ടൂറ്. ഞായറാഴ്ചയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ. അത് വിശ്വാസികൾ തന്നെയാണ്. എന്തിനു പറയുന്നു? ഈ വിശ്വാസികൾ മകനെയും ഭർത്താവിനെയും വീട്ടിലിരുത്തിട്ട് ഒരു കമ്പനി ടൂറിന് പോകും. ഈ കമ്പനി ടൂറിന് ഇത്ര പ്രസക്തി എങ്ങനെ ഉണ്ടായി? ആരും ഒപ്പോസ് ചെയ്യുന്നില്ല. അപ്പം ജീവനുള്ള ദൈവത്തിനു വേണ്ടി നമ്മൾ എത്രമാത്രം തീക്ഷ്ണമായിട്ട് വിളിക്കുന്നു അത്രമാത്രമേ ദൈവം നമുക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം തീക്ഷ്ണമായിട്ട് ദൈവത്തോട് പറയുന്നു അത്രമാത്രമേ ദൈവത്തിനും പ്രവർത്തിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അളവുകളില്ലാത്തതായ അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരണമെങ്കിൽ കർത്താവേ, നീ അവരെ നിൻ്റെ ബാലശിക്ഷയ്ക്ക് അത് കൊണ്ടുവന്ന് പഠിപ്പിച്ച് കൊണ്ടുവരണമേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി. ചൂഷണം ചെയ്യുന്നവരാകരുത്. അതായത് ദൈവ സാന്നിധ്യം നമ്മൾക്ക്, അതായത് അമിതമായ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കാര്യം ഇതൊരു നിസ്സാരമായിട്ട് എടുക്കുക. അത് ചൂഷണ മനോഭാവമാണ്. ദൈവത്തിൻ്റെ നന്മയെ ചൂഷണം ചെയ്യാൻ പഠിക്കരുത്. അതിന് വില കൊടുക്കണം. നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നതിലല്ല, ചെയ്യുന്നതിൽ ദൈവമഹത്വം ഉണ്ടോ? കർത്താവ് പറഞ്ഞിട്ടാണോ? കർത്താവ് പറയുമ്പോൾ ബാക്കി വഴികൾ ഒരുക്കി തരും. കർത്താവ് പറയാത്ത വഴികളൊന്നും നമ്മൾ പോകണ്ട. കർത്താവിന് നിർബന്ധമാണ്. ഈ മോശയെ വിളിച്ചു മാറ്റിയപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. മോശ സാധാരണയിൽ ഒരു സാധാരണ മകനാണെങ്കിൽ ദൈവത്തിൻ്റെ വിളിയുള്ളവനാണ്. പക്ഷെ മോശയ്ക്ക് അറിഞ്ഞുകൂടാ. മോശയോട് ദൈവം വിളിച്ചു മാറ്റും. മോശ പറഞ്ഞു, എന്നെക്കൊണ്ടൊക്കത്തിലാണ്, എൻ്റെ നാവ് എനിക്ക് വിക്കനാണ്, ഞാൻ വിക്കനാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ദേഷ്യപ്പെടുന്നുണ്ട്. ആരാണ് നിനക്ക് നാവ് തന്നിരിക്കുന്നത്? എന്നാൽ നിനക്ക് കൂട്ടിനൊരാൾ. അതുകൊണ്ട് ദൈവം ഒരു കാര്യം നിയോഗിക്കുമ്പം നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നെത്ത്, അതായത് ആ മുൾപ്പിടർപ്പ് തീ കത്തിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അത് എനിക്കുള്ളതല്ല എന്ന് മാറി ചിന്തിക്കാതെ അതിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് യു ഹാവ് ടു ഹിയർ ഫ്രം ദ ലിവിങ് ഗോഡ്. ദൈവ ശബ്ദം നീ കേൾക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. അപ്പോൾ മോശം ഉൾപ്പടർപ്പിൽ ചെന്ന് നിന്നതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടത്. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മാത്രമേ കർത്താവിന് നമ്മളിൽ കൂടെ പ്രവർത്തിക്കാൻ. ഞാൻ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരാൾ മതി. ഒരാൾ നമ്മൾ ഇതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷം 17:19 വാക്യം വളരെ പ്രധാനമാണ്. അത് എന്നെ വല്ലാതെ തൊട്ടൊരു വാക്യം. കർത്താവ് തേജസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മഹത്വീകരിക്കാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൽ ആദ്യം യേശുവിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു, രണ്ടാമത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനകത്താണ് 19 വാക്യം വരുന്നത്. 19 അവരും, അതായത് ശിഷ്യന്മാർ, സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, സാക്ഷാൽ മുന്തിരിവള്ളി, സാക്ഷാൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്തൊരു മർമ്മമല്ലേ! അവർക്ക് വേണ്ടി അവരെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തോട് പറയുകയല്ല ചെയ്തത്. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതെന്നെ ഇരുത്തി കളഞ്ഞ്. അത് എൻ്റെ ചിന്തയ്ക്കകത്ത്, അതായത് നമ്മുടെ മക്കളോ നമ്മുടെ ഭവനത്തിലുള്ള ഭർത്താവോ നമ്മുടെ ചുറ്റുപാടുമുള്ള സഭയിലുള്ളവരോ ഒക്കെ ക്രിസ്തുവിലേക്ക് ആകാൻ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരെ മാറ്റാൻ നല്ല ഇവിടെ യേശു പ്രാർത്ഥിച്ചത്. അവർ നന്നാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കൂടുതൽ ശുദ്ധീകരിക്കുന്നു. അതാണ് ഒരു പുരോഹിതൻ്റെ ജോലി, അല്ലേ? ആണോ? അതാണ് രാജാവിൻ്റെ ജോലി. രാജാവിൻ്റെ ജോലി എന്തുവാ? പുരോഹിതൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് രാജാവ്. ഇപ്പം രാജകീയ പുരോഹിത വർഗമെന്ന് പറഞ്ഞ് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര പേർക്ക് അതിന് മർമ്മം അറിയാമെന്നല്ല. കർത്താവ് തേജസ്കരിക്കാൻ വേണ്ടി, നമ്മളെ ദൈവ സ്വഭാവത്തിലുള്ളവരാക്കാൻ വേണ്ടി കർത്താവ് ബന്ധപ്പെടുന്നതിനകത്ത് ഒരു വാക്യം ഇതാണ് പറയുന്നത്, അവരും ശിഷ്യന്മാരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ചുമ്മാതാണ് ക്രൂശ കയറിയത്. ഇത് കൂടുതൽ എന്താ യേശു ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് റോമർക്കെതിരെ നെട്ടി പറയുന്നുണ്ടല്ലോ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തവൻ. പിന്നെ നമ്മളിത് ഇതങ്ങോട്ട് കർത്താവെ നിരത്തി വെക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ കോർട്ടിൽ ആർഗ്യ ചെയ്യുകയാണെങ്കിൽ
എനിക്ക് ഒന്നാം ദിവസം തന്നെ വിധി എനിക്ക് അനുകൂലമായിട്ട് കിട്ടും. കാരണം ഞാൻ പറയുന്നതെല്ലാം കറക്റ്റാണ്, വചനം അടിസ്ഥാനത്തിൽ മാറ്റിമറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, ആത്മാവ് പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8 പറയുന്നത് എന്തുവാണ്? സ്വന്തം പുത്രൻ 32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ. ആരെ തന്നു? പുത്രനെ തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനോടുകൂടെ എന്ന് പറയുമ്പം ക്രിസ്തു പുത്രനെ തന്നതിൻ്റെ കൂടെ സകലതും തരാതിരിക്കും. എന്താണ് സകലതും തരുന്നത്? സകലതും തരുന്നതിൻ്റെ മെയിൻ കണ്ണി ഇപ്പം പരിശുദ്ധാത്മാവല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 11 എടുത്ത് നോക്ക്. എന്താണ് നമ്മൾ ചോദിക്കുക? നമ്മൾ ഈ വചനം വെച്ചിട്ട് കർത്താവ് ഇതാണ്, ദിസ് ഈസ് ദി ആൻസർ ഐ എക്സ്പെക്ട് ഇറ്റ് ബിക്കോസ് യു സെഡ് ഇറ്റ് സോ. നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കരുതുകൊണ്ട് എന്നോട് വന്ന് വാദിക്കുക. എന്നോട് വാദിക്കണമെങ്കിൽ വാദിക്കാൻ വചനം അറിയണ്ടേ, സെക്ഷൻ അറിയാം നിങ്ങളെങ്ങനെ വാദിക്കുന്നത്. ചുമ്മാതുള്ള ഈ പ്രാർത്ഥന, ഈ പദം പറഞ്ഞുള്ള പ്രാർത്ഥന, അപദാ പറഞ്ഞുള്ള പ്രാർത്ഥന, പിന്നെ എന്നാ നമ്മളിങ്ങനെ ഒന്നുമില്ലായ്മയുള്ള പ്രാർത്ഥന കൊണ്ട് വെറുതെ ദൈവത്തെ ചെറുതാക്കാമെന്നല്ലാതെ ഒരു ഗുണവും നമുക്കതുകൊണ്ട് നേടുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11 എടുക്കാനാണ് പറയുന്നത്. 11 എന്താ വായിക്കുന്നത്? 11 ഇങ്ങനെ പറയുന്നു. പിന്നെ അവൻ പറഞ്ഞത് 11 കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മകനും അപ്പവുമായിട്ട് ബന്ധം. അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കും, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. വളരെ സിമ്പിളല്ലേ? ഇപ്പോൾ നമ്മളിത് വെച്ച് നിർത്തുകയാണെങ്കിൽ ജഡ്ജ് എഴുതി വെക്കും, ശരിയാണ്, അവൾ പറയുന്നത് കറക്റ്റാണ്, പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറയും. ലോക നിയമം അനുസരിച്ച് പോലും ഇത് സംഭവിക്കുമെങ്കിൽ സ്വർഗ നിയമം നമുക്ക് അനുകൂലമല്ലേ? നമുക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവമാണ്. യേശു വന്നത് അതിനാണ്. പറുദീസ തിരിച്ചു തരാനെന്നൊക്കെ പറയുമ്പം ഈ ദൈവമായിട്ടുള്ള ബന്ധം, ഇപ്പം നമുക്ക് ഏതെങ്കിലും പറുദീസയിൽ പോയി താമസിക്കാനൊന്നും മാനുഷ്യമായിട്ട് ഇപ്പോൾ ഒക്കത്തില്ല. പക്ഷെ എൻ്റെ അന്തരാത്മാവ് ദൈവത്തോട് ചേരുന്നതാണ് പറുദീസ ജീവിതം. അതിവിടെ വെച്ച് ഒക്കുമെന്ന് മരിക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം എന്നും പറയുന്നത്, ഈ കർത്താവ് അന്നെന്നും പറയുന്നത് അന്നെന്നുള്ള ജോലി വലിയ കഠിനമല്ല. ഈ എല്ലാം കൂടെ കൂടുമ്പോഴാണ് പ്രശ്നം. കർത്താവ് പറയുന്നില്ലേ, എൻ്റെ നുകം എന്നിൽ നോക്കി പഠിക്കുവിൻ, എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം ലഘുവും എൻ്റെ ചുമട് മൃദുവും. അപ്പം അന്നെന്നുള്ള കുരിശെടുക്കാനേ പറയുന്നുള്ളൂ. വലിയ കുരിശ് അപ്പച്ചൻ ഏറ്റെടുത്തു. തേജസ്കരിക്കുന്ന ആ പ്രവൃത്തി കർത്താവിൻ്റേത് പൂർത്തീകരിച്ച് കഴിഞ്ഞു ക്രൂശേൽ. ഇനിയും ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജഡം എന്നും മരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് തേജസ്കരിക്കാൻ ഒക്കില്ല. അപ്പോൾ ഈ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്കും നിങ്ങൾക്കും ഇതേപോലെ നമ്മളെ തന്നെ ഏൽപ്പിക്കുക, വല്ലവരെയല്ല, നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പലപ്പോഴും നമ്മൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ ബാക്കിയുള്ളവരുടെ വിഷമം പ്രയാസം തീരാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആണോ? പ്രാർത്ഥനയിൽ വിശ്വസ്തതയുണ്ടോ? യഹോവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇട്ട് തരണം. നമ്മളിതൊക്കെ പറയുന്നെങ്കിലും അവൻ മുൻ നിയമിച്ചിട്ട് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതാണ് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നതാണ്. വിളി കിട്ടിയവർക്കേ ഇതുള്ളൂ. നമ്മൾ യേശുവിനെ സ്വീകരിച്ച മക്കളാണ്. അതുകൊണ്ട് യേശുക്രിസ്തു നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിനെ തേജസ്കരിച്ച് കഴിഞ്ഞതിരിക്കുന്നതിനാൽ, ക്രൂശുമരണം കഴിഞ്ഞ് ഉയർപ്പുമായി കഴിഞ്ഞതിനാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ ക്രൂശിൻ്റെ, അതായത് ക്രൂശുമരണവും ക്രൂശ് മടക്കിക്കഴിഞ്ഞ് പുനരുദ്ധാനവും ചെയ്തു കഴിഞ്ഞ യേശുവിൻ്റെ, ഈ ഉദ്ധിതനായ യേശുവിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നതിനാൽ എന്നിലുള്ള മരണം മാറിയിരിക്കുന്നു, പാപം മാറിയിരിക്കുന്നു, രോഗം മാറിയിരിക്കുന്നു, ശാപം മാറിയിരിക്കുന്നു. ഞാൻ നിന്നെ സ്വീകരിച്ച നിമിഷത്തിൽ നീയാകുന്ന നിത്യജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. സിമ്പിൾ. ഐ ഹാവ് ഗോട്ട് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അവനെ നീതീകരിച്ചത്
ആക്ച്വലി വെരി വെരി ലിറ്റിൽ ഓഫ് മൈ വർക്ക് ഇല്ലേ, എൻ്റേതല്ല. പിന്നെ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മൾ അവനോട് കൂടെ നിന്ന് ജോലി ചെയ്യും, അത് വേറെ കാര്യം. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് പിക്ചർ ഓൾ ടുഗദർ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട, അത് നിർത്താം. കർത്താവ് നമ്മളെ തേജസ്കരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പലപ്പോഴും പ്രയാസമാണെന്ന് തോന്നിക്കുന്നത് കർത്താവെ പ്രയാസമാണെന്ന് സമ്മതിക്കുമ്പോൾ അത് ലഘൂകരിച്ച് തരുന്ന ദൈവം നീ തന്നെയാണ്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ശിഷ്യന്മാർക്ക് നന്മ വരാൻ വേണ്ടി അവരെ തേജസ്കരും കർത്താവ് തന്നെത്താനെ താഴ്ത്തി കൊടുത്തു. അതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു സത്യം. നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവ് ക്രൂശ് മരണത്തോളം താഴ്ത്തി കഴിഞ്ഞപ്പോൾ പിതാവ് പുത്രനെ ഉയർത്തിയതുപോലെ എവിടെയൊക്കെയാണ് നമ്മളിൽ താഴ്മയും യഹോവ ഭക്തിയും പൂർണ്ണമായിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് തരണം. ആ തലമുറയിലേക്ക് പാസ് ചെയ്യുന്നതിന് അനുഗ്രഹത്തിന് തടസ്സം വല്ലതുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകണം. മനുഷ്യർ കാണുന്ന കണ്ണുകൊണ്ടല്ലല്ലോ നീ കാണുന്നത്. അതായത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവ്. ആ മഗ്ദലക്കാരത്തി മറിയ, എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു. മഗ്ദലക്കാരത്തി മറിയ മാത്രമേ യേശുവിൻ്റെ ശരീരം നോക്കിയിട്ട് അവിടെ ഇരുന്നുള്ളൂ. ആരെടുത്തോണ്ട് പോയി എന്നും പറഞ്ഞ് അവർ വിഷമിക്കുമ്പോൾ ഒരു തോട്ടക്കാരൻ്റെ രൂപത്തിൽ അവിടുന്ന് കടന്നു വന്നെങ്കിൽ ഏത് രൂപമെടുത്തു അപ്പച്ചനിപ്പം വരാൻ സാധിക്കും. ഏത് രൂപത്തിലെങ്കിലും വന്ന് തലമുറകളിൽ രൂപാന്തരം വരുത്തുന്നവൻ അവരെ നിൻ്റെ തേജസ്കരിക്കുന്ന അവസ്ഥയിൽ കഷ്ടവും പ്രയാസമൊക്കെ വരും. സാരയില്ല കർത്താവേ, എങ്കിലും നിൻ്റെ ആത്മാവിൽ അവരെ നിൻ്റെ അരയ്ക്ക് കെട്ടിവെച്ചിരിക്കുന്ന വചനം പഠിച്ചെടുത്ത് ആത്മാവിൽ ദൈവ തേജസ്സിനെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെയും തലമുറയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന വചനം കേൾക്കുന്ന അനേക മക്കൾക്ക് ഇടയാകട്ടെ. ഇതൊരു പുതിയ തുടക്കമാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.